2 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും ഒരു ക്രാഷുമായിരുന്നു ഞാൻ കൂടിയത്. ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആക്ച്വലി സൗദി ഭയങ്കര ഈസി ആണെന്നൊക്കെ. പക്ഷെ ഒട്ടും ഈസി അല്ല. സൗദി നല്ല ടഫാണ്. പോരാത്തതിന് അതിന്റെ പ്രോസസ്സിങ്ങിന് തന്നെ അത്യാവശ്യം നല്ല പൈസ നമ്മുടെ കയ്യിന്ന് പോകുന്നുണ്ട്. അപ്പം എക്സാം ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് 2 ക്രാഷെങ്കിലും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം ക്രാഷ് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ എക്സാം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ക്രാഷിൽ പഠിച്ച എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2 എങ്കിലും മിനിമം ക്രാഷ് കൂടിയിട്ട് എക്സാം എഴുതിയാൽ ഒത്തിരി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ ടഫ് ആയിട്ട് വരുന്നുണ്ട്. കാരണം യുകെയും കാനഡയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രോസസ്സിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുറെ പിള്ളേർ ഇതിലോട്ട് നോക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ടഫ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് വേണം ഇനിയും പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു 2 ക്രാഷ് മിനിമം എല്ലാവരും കൂടാൻ നോക്കുക. പിന്നെ ആന്റണീസ് അക്കാഡമിയിലെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ് സർവീസ് നല്ലതായിരുന്നു. പ്രത്യേകിച്ച് എക്സാമിന്റെ ഡേറ്റ് എടുത്തതും ആഫ്റ്റർ രജിസ്ട്രേഷൻ ഒക്കെ ഞാൻ അവിടുന്നാണ് ചെയ്തത്. എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന്റെ ക്രാഷ് എല്ലാവരും ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു.